വേഗമെന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അതിരാവിലെ പ്രാർത്ഥന എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ 2 വാക്യങ്ങൾ വായിക്കാം. ഒന്നാമതായി സങ്കീർത്തനം 143 അധ്യായം 8 വാക്യം. രാവിലെ നിന്റെ ദയ എന്നെ കേൾക്കുമാറാക്കണമേ. ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നുവല്ലോ. ഞാൻ നടക്കേണ്ടുന്ന വഴി എന്നെ അറിയിക്കണമേ. ഞാൻ എൻ്റെ ഉള്ളം നിങ്കിലേക്ക് ഉയർത്തുന്നുവല്ലോ. അടുത്തതായി സങ്കീർത്തനം 143 അധ്യായം 10 വാക്യം. നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. നീ എൻ്റെ ദൈവമാകുന്നുവല്ലോ. നിന്റെ നല്ല ആത്മാവ് നേർനിലത്തിൽ എന്നെ നടത്തുമാറാകട്ടെ. അതിരാവിലെ കർത്താവിൻ്റെ കാൽക്കലിരിക്കുന്നത് അവൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന ഒന്നാണ്. തൻ്റെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിച്ച ദാവീദ് അതിരാവിലെ എഴുന്നേറ്റ് കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് നിനക്കിഷ്ടമുള്ളത് ചെയ്യാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് ഒരു ദൈനംദിന ശീലമാക്കി. നമ്മുടെ സ്വന്തം ശക്തി, സ്വയനീതി അല്ലെങ്കിൽ വ്യക്തിപരമായ പരിശ്രമം എന്നിവയിലൂടെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. കർത്താവെ എന്നെ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് അതിരാവിലെ എളിമയുള്ള ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ വരുന്നവർ മാത്രമേ അവനെ യഥാർത്ഥത്തിൽ പ്രസാദിപ്പിക്കുകയുള്ളൂ. അതെ, കർത്താവ് നമ്മുടെ ഗുരുവായി മാറുമ്പോൾ നാം തീർച്ചയായും അവൻ്റെ വഴികളിൽ നടക്കുകയും അവൻ്റെ പ്രീതി ആസ്വദിക്കുകയും ചെയ്യും. കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നതിനുള്ള ഒരു മനോഹരവും അനുഗ്രഹീതവുമായ സമയമാണ് അതിരാവിലെ. ദൈവം നമ്മോട് സംസാരിക്കുകയും നമ്മോട് ആശയവിനിമയം നടത്തുകയും ദിവസത്തേക്കുള്ള തൻ്റെ ഇഷ്ടം വെളിപ്പെടുത്തുകയും തൻ്റെ വഴികളിൽ നമ്മെ നയിക്കുകയും ചെയ്യുന്ന ഒരു പുണ്യ നിമിഷമാണിത്. അവനിൽ നിന്ന് പഠിപ്പിക്കപ്പെടുന്നത് എത്ര മനോഹരമായ അനുഭവമാണ്. പകലിന്റെ തണുപ്പിൽ കർത്താവായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ശബ്ദം അവർ കേട്ടു എന്ന് ഉൽപ്പത്തി 3 അധ്യായം 8 വാക്യത്തിൽ തിരുവെഴുത്ത് പറയുന്നു. അതിരാവിലെയാണ് നമ്മുടെ ഹൃദയങ്ങൾ ശാന്തവും സമാധാനപരവുമായിരിക്കുന്നത്, ദൈവവുമായുള്ള കൂട്ടായ്മയ്ക്ക് അനുയോജ്യം. ആ സമയത്ത് നമുക്കവൻ്റെ സൗമ്യമായ ശബ്ദം കൂടുതൽ വ്യക്തമായി കേൾക്കാൻ കഴിയും. പിന്നീട് ലൗകിക ആശങ്കകളും സമ്മർദ്ദങ്ങളും നമ്മെ ഭയപ്പെടുത്തിയേക്കാം. അതുകൊണ്ടാണ് തനിക്കിഷ്ടമുള്ളത് എങ്ങനെ ചെയ്യണമെന്ന് കർത്താവിനാൽ പഠിപ്പിക്കപ്പെടാൻ നാം അതിരാവിലെ സമയം മാറ്റിവെക്കേണ്ടത്. ദാവീദ് അതിരാവിലെ എഴുന്നേറ്റതിനാൽ ഞാൻ നീതിയിൽ നിന്റെ മുഖം കാണും, നിന്റെ സാദൃശ്യത്തിൽ ഞാൻ ഉണരുമ്പോൾ തൃപ്തനാകും എന്ന് സങ്കീർത്തനം 17 അധ്യായം 15 വാക്യത്തിൽ അവന് പറയാൻ കഴിഞ്ഞു. ദാവീദിന് മാത്രമല്ല, ദൈവത്തിന്റെ എല്ലാ വിശുദ്ധന്മാർക്കും അതിരാവിലെ എഴുന്നേറ്റ് അവനുമായി ആശയവിനിമയം നടത്തുകയും അവന്റെ നിശ്ചഞ്ചലവും നേർത്തതുമായ ശബ്ദവുമായി ഇണങ്ങിച്ചേരുകയും ചെയ്യുന്ന ശീലമുണ്ടായിരുന്നു. ഉൽപ്പത്തി 22 അധ്യായം 3 നാം വായിക്കുന്നു, അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റു. അതുപോലെ യോബ് തന്റെ മക്കൾക്ക് വേണ്ടി ദൈവത്തിന് ഹോമയാഗങ്ങൾ അർപ്പിക്കാൻ അതിരാവിലെ എഴുന്നേറ്റു എന്ന് യോബ് 1 അധ്യായം 5 വാക്യത്തിലും പറയപ്പെടുന്നു. യേശുവിന്റെ സ്വന്തം പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് തിരുവെഴുത്ത് പറയുന്നത് കാണുക. അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ അവൻ എഴുന്നേറ്റു, വീട് വിട്ടിറങ്ങി ഒരു നിർജ്ജന സ്ഥലത്തേക്ക് പോയി അവിടെ പ്രാർത്ഥിച്ചു എന്ന് മർക്കോസ് 1 അധ്യായം 35 വാക്യത്തിൽ കാണുന്നു. പ്രിയ ദൈവമക്കളെ, അതിരാവിലെ പ്രാർത്ഥന, ധ്യാനം, കർത്താവുമായുള്ള കൂട്ടായ്മ എന്നിവ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വ്യക്തിപരമായ അനുഭവമാക്കി മാറ്റുക. പൂർണ്ണ ഹൃദയത്തോടും സന്തോഷകരമായ ആത്മാവോടും കൂടി നിങ്ങൾ അതിരാവിലെ എഴുന്നേറ്റ് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുമ്പോൾ സ്തുതിയിൽ പ്രസാദിക്കുന്ന കർത്താവ് സ്നേഹപൂർവ്വം തൻ്റെ വഴികൾ നിങ്ങളെ പഠിപ്പിക്കും. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം യെശയ്യാവ് 48 അധ്യായം 14 വാക്യം. നിങ്ങൾ എല്ലാവരും കൂടി വന്ന് കേട്ടുകൊള്ളുവേൻ, അവരിൽ ആർ ഇത് പ്രസ്താവിച്ചു? യഹോവ സ്നേഹിക്കുന്നവൻ ബാബിലോനോട് അവന്റെ ഹിതവും കൽദയരോട് അവന്റെ ഭുജബലവും അനുഷ്ഠിക്കും. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സങ്കീർത്തനങ്ങൾ 60, 61, 62 അധ്യായങ്ങൾ. വൈകുന്നേരം റോമർ 5 അധ്യായം. ആമേൻ.